എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റി എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സോന. ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് പാറൂർ ഡോൺ ബോസ്കോ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത് 2025 ജാനുവരി 3-ാം തീയതിയാണ്. ഞാൻ ഈ സമയത്ത് ജർമ്മൻ ലാംഗ്വേജ് B2ൻ്റെ പ്രിപ്പറേഷനായിട്ട് കയറിയിരിക്കുമായിരുന്നു. അങ്ങനെ B2 ലെവൽ പഠിച്ച് തീരുന്നതിന് മുന്നേ തന്നെ B2ൻ്റെ എക്സാമിനായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ ഡേറ്റ് എടുത്തിരുന്നു. അങ്ങനെ 1 മാസത്തോളം എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടി. 2 മോഡ്യൂളും ഞാൻ ബാംഗ്ലൂർ പോയി എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് ഈസി ആയിരുന്നു, നന്നായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. 1 മണിക്കൂർ എഴുതേണ്ട എക്സാം അരമണിക്കൂർ കൊണ്ട് തന്നെ എഴുതി കഴിഞ്ഞു, കാരണം അത്രയും ഈസി ആയിരുന്നു എനിക്ക്. അങ്ങനെ വീട്ടിലേക്കൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്തായാലും പാസ്സാവും, ഞാൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3-ാമത്തെ ദിവസം തന്നെ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ എഴുതിയ 2 മോഡ്യൂളും ഞാൻ ഫെയിലായി. 1 മാർക്കിനും 2 മാർക്കിനാണ് ഞാൻ ഫെയിലായത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഫെയിലായത്. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് ഞാൻ കൃപാസന പത്രമോ പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തി ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് തന്നെ വിഷമിച്ചാണെങ്കിലും ഞാൻ കൃപാസന പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും യാത്രക്കാർക്കൊക്കെ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നില്ല, കാരണം എനിക്ക് ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നീട് ജൂൺ മാസത്തിൽ എഴുതി എക്സാം. 4 മൊഡ്യൂൾ ഒരുമിച്ച് എഴുതി, 2 എണ്ണം കിട്ടി. പിന്നീടുള്ള 6 മാസം എടുത്താണെങ്കിൽ എനിക്ക് ബാക്കി മൊഡ്യൂൾസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ ഏജൻസീസ് നോക്കിക്കൊണ്ടിരുന്നു. നോക്കാത്ത ഏജൻസീസ് ഇല്ല, അത്ര ഏജൻസി നോക്കി. അങ്ങനെ അപ്പോൾ ഒരു ഫേക്കാണ് എല്ലാം, ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയ ഏജൻസി വേണ്ട. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പറയണത്, ജർമ്മനിയിൽ ഒരു ആളുണ്ട്, അദ്ദേഹം ഇങ്ങനെ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തിൻ്റെ കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ വേറെ ഫ്രണ്ട്സും അദ്ദേഹത്തിൻ്റെ കൊടുത്തു. അങ്ങനെ അത് ഫേക്കാണെന്നുള്ളത് അറിഞ്ഞു. അങ്ങനെ ഒരു നവംബർ മാസമായപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉടമ്പടി പുതുക്കണം എന്നുള്ള ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഞാൻ ഒരു വർഷമായി ആവാൻ പോണു, ജാനുവരി ആകുമ്പോൾ ഞാൻ പുതുക്കിയിട്ടുണ്ടായില്ല. അപ്പം നവംബർ മാസമായപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു, ഉടമ്പടി പുതുക്കണം. ഞാൻ ബൈബിൾ വായിക്കുമ്പോഴായാലും ഉടമ്പടിയുടെ കാര്യങ്ങളാണ് എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്കിങ്ങനെ തോന്നലാണോ എന്ന് ഓർത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തന്നോന്ന്. അങ്ങനെ ഒരു ദിവസം രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ട്, രാവിലെ 5:30 ഡെയിലി ബ്രെഡ് കണ്ട് ഞാൻ നീലത്തിരി കത്തിച്ച് വെച്ചാണ് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 സാക്ഷ്യം ഞാൻ കണ്ടു കഴിഞ്ഞ് അതിന് ഞാൻ തിരി കടത്താൻ നോക്കിയപ്പോൾ എൻ്റെ തിരിയിൽ ഇവിടെ കൃപാസന മാതാവിൻ്റെ നെഞ്ചത്തുള്ള ആ ഹാർട്ട് ഷേപ്പ് എൻ്റെ തിരിയിൽ കറക്റ്റായിട്ട് അടയാളം മാതാവ് എനിക്ക് തന്നു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു, മാതാവ് ആഗ്രഹിക്കുന്നുണ്ട് ഉടമ്പടി പുതുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഒരു കൺഫർമേഷനായി എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചു. അവരിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി ഒത്തിരി തവണ അവർ പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നീ എന്തായാലും പുതുക്കണം, മാതാവിന് നിന്നെക്കൊണ്ട് എന്തോ നേടുവാനുണ്ട്, നീ എന്തായാലും പുതുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസംബർ മാസം ഇവിടെ വന്ന് പുതുക്കിയ ശേഷം എൻ്റെ ലൈഫിൽ വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് മാതാവ് തന്നത്, അത്രയും വലിയ അനുഗ്രഹം. അങ്ങനെ ഞാൻ ഏജൻസിയൊക്കെ ഫേക്കാണെന്ന് ഓർത്തു, അത് വേണ്ട, സ്വന്തമായിട്ട് മെയിൽ അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു 100-150ഓളം മെയിൽ ഓർഗനൈസേഷനിൽ ജർമ്മനിലേക്ക് അയച്ചു. അങ്ങനെ മെയിൽ നമുക്ക് റിപ്ലൈ ആയിട്ട് എല്ലാം അൺഫോർച്ചുനേറ്റ്ലി എന്നുള്ള മെയിലായിരിക്കും നമുക്ക് വരാറ്, അങ്ങനെ കിട്ടാറില്ല സെലക്ഷൻ. അങ്ങനെ എനിക്ക് ഒരു മെയിൽ വന്നു, ഇങ്ങനെ സെലക്റ്റായി, ഇൻ്റർവ്യൂ ജാനുവരി ലാസ്റ്റിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ 1 മാസത്തോളം ഞാൻ പ്രാർത്ഥിച്ചു, നന്നായിട്ട് മാതാവിൻ്റെ കൂടെ ആയിരുന്നു, കൊന്ത ചൊല്ലിയും എല്ലാം പ്രാർത്ഥിച്ചു, ഒരുങ്ങി ഞാൻ അറ്റൻഡ് ചെയ്തു. നന്നായിട്ട് പഠിച്ചിട്ടും ഉണ്ടായിരുന്നു, നല്ലോണം കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്ത് ഞാൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് ഒരാഴ്ച എനിക്ക് നല്ല ഈസി ആയിരുന്നു, നന്നായിട്ട് സംസാരിക്കാൻ പറ്റി, നല്ല കോൺഫിഡൻറ്റോടെ എല്ലാം പറയാൻ പറ്റി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ മെയിൽ വന്നു, ഞാൻ ഇൻ്റർവ്യൂ സെലക്ട് ആയില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് പരാതി പറയാനോ വിഷമിക്കാനോ ഒന്നും നിന്നില്ല. കാരണം മാതാവിനോട് ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ, മാതാവി എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടല്ലോ, നീ എനിക്കത് തന്നാൽ മതി, എനിക്കൊരു കുഴപ്പമില്ല, മാതാവ് എനിക്ക് തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അങ്ങനെ
2 ദിവസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി 7-ാം തീയതിയാണെന്ന്, അന്ന് മാതാവിൻ്റെ തീയതിയിൽ തന്നെ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ കൊടുത്ത ഏജൻസിയിൽ ഒരു അർജൻറ്റ് വേക്കൻസി ഉണ്ട്, നീ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച്. ഏജൻസി ആയതുകൊണ്ട് എന്നെ പേടിയുണ്ടായിരുന്നു. പക്ഷെ മാതാവിനോട് പറഞ്ഞു, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തന്നെ, ഞാൻ ദേ ഇത് കൊടുക്കാൻ പോവാണ് എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്തു. അങ്ങനെ ഇൻ്റർവ്യൂ എനിക്ക് അവിടെ നിന്ന് ഷെഡ്യൂൾ ചെയ്ത് തന്നു. 3 മണിക്കൂറിനുള്ളിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. ഇൻ്റർവ്യൂ അവർ എനിക്ക് തന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഇൻ്റർവ്യൂ ആയിരിക്കും. ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 50,000 റുപ്പീസ് പേ ചെയ്യണം. ഏജൻസി ആകുമ്പോൾ അറിയാം, അവർ കള്ളത്തരം പറയും നമ്മുടെ അടുത്ത്. പാസ്സായാലും 50,000 കൊടുക്കാൻ വേണ്ടി നമ്മളോട് അങ്ങനെ പറയും. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സായെന്ന് പറയും, 50,000 രൂപ ചോദിക്കുകയും ചെയ്യുമെന്ന് അറിയായിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ പാസ്സായെന്നും പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു 50,000 രൂപ അടക്കാനും പറഞ്ഞു. ഞങ്ങൾ 4 പേരാണ് പാസ്സായത് എന്നാണ് പറഞ്ഞത്. കറക്റ്റ് നമുക്കറിയില്ല, ഏജൻസിയിൽ നിന്ന് 4 പേരാണെന്നും പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയായിട്ടും ഞാൻ പൈസ കൊടുത്തില്ല. ഓരോ കാരണങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ മുടക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം പേടിയാണ്, 50,000 കൊടുത്താൽ പോയി, സെക്കൻഡ് ഇൻ്റർവ്യൂ കിട്ടിയില്ലെങ്കിലും പോയി. ഇവർ റീഫണ്ട് അത് 3 മാസം ശേഷം നമുക്കത് തരുള്ളൂ സെക്കൻഡ് കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഞാൻ എന്നാൽ ഓക്കെ വേണ്ട, ഇത് ക്യാൻസലാക്കാം, മാതാവിന് എന്താണ് ഒരു പ്ലാൻ, അങ്ങനെ നടക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ വേണ്ട എന്നുള്ള രീതിയിലായി. അങ്ങനെ ഒരാഴ്ച ഓരോ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ചൊവ്വാഴ്ച ഞാൻ ധൈര്യത്തോടെ അവരോ കോള് അറ്റൻഡ് ചെയ്തു. കോൾ എന്നെ കുറേ വിളിക്കുന്നുണ്ടെന്ന്. ചൊവ്വാഴ്ച ദിവസം രാവിലെ ഉച്ചയായി, ഞാനൊന്നും എടുത്തില്ല കോള്. വൈകുന്നേരം ഞാൻ ഓർത്ത് പറയാം, വേണ്ട ഞാൻ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പം തന്നെ ഞാൻ കോൾ എടുത്തപ്പോൾ തന്നെ എന്നോട് പറയാണ്, നീ 1 രൂപ പോലും അടക്കണ്ട, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോ, 50,000 ബാക്കി ഇൻ്റർവ്യൂ പാസ്സായിട്ട് നീ തന്നാൽ മതിയെന്ന്. 3 പേരും 50,000 രൂപ കൊടുത്താണ് സെക്കൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പക്ഷേ മാതാവിന് ആഗ്രഹം ഉണ്ടായിരുന്നു, മാതാവ് ഇത് തരുമെന്ന് ഓൾറെഡി എഴുതിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് 1 രൂപ പോലും ഇല്ലാതെ മാതാവ് എനിക്ക് സെക്കൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അവസരം തന്നു. അങ്ങനെ ഞാൻ സെക്കൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിക്കാനോ ഒന്നിനും നിന്നില്ല. കാരണം മാതാവിനൊരു പ്ലാൻ ഉണ്ടല്ലോ, അത് അതുപോലെ നടക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനോ ഒന്നും ഞാൻ നിന്നില്ല. പ്രാർത്ഥന മുട്ടുമേൽ നിന്ന് കൊന്ത ചൊല്ലിയും ആണ് ഞാൻ രാത്രിയും പകലെല്ലാം ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ട് സമർപ്പിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മുന്നേ തന്നെ ഞാൻ ഫോണിൽ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം സൈഡിലിട്ട് കാശ് രൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു. കോൾ വന്ന സമയത്ത് ഞാൻ ഉടമ്പടി സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സോന നീ ഇൻ്റർവ്യൂ സെലക്റ്റായി, 2 പേരാണ് നിങ്ങൾ സെലക്ട് ആയിരിക്കണേന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് 4 ദിവസത്തിനുള്ളിൽ തന്നെ കോൺട്രാക്റ്റ് തന്നു മാതാവ്. എല്ലാവർക്കും 1 മാസവും 3 മാസം എടുത്ത് വരേണ്ട കോൺട്രാക്റ്റ് എനിക്ക് വെറും 4 ദിവസത്തിനുള്ളിൽ എനിക്ക് മാതാവ് കോൺട്രാക്റ്റ് തന്ന് അനുഗ്രഹിച്ചു. പിന്നീട് വിസയ്ക്ക് വെക്കാനാണെങ്കിലും 23-ാം തീയതി തന്നെ വേഗം ഡേറ്റ് കിട്ടി. അങ്ങനെ എനിക്ക് ഉടമ്പടി സെക്കൻഡ് പുതുക്കാനുള്ളതായി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് VFSന് പോണ മുന്നേ തന്നെ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് മേടിച്ചാണ് ഞാൻ പോയത്. അങ്ങനെ VFSന് പോയപ്പോഴും ഞാൻ അവിടെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവി നീ എനിക്ക് തന്നെയാണെങ്കിൽ എൻ്റെ പാസ്പോർട്ടിൽ എനിക്ക് വിസ നീ 7ാമത്തെ പേജിൽ തരുമോ എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു. നീ തന്നെയാണെങ്കിൽ എനിക്ക് അടയാളം വേണം മാതാവി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിസയ്ക്ക് വെച്ചു. 2 മെയിൽ നമുക്ക് വരുള്ളൂ. ഒന്ന് പാസ്പോർട്ട് അവിടെ റിസീവായി ഡിസ്പാച്ചായി, പിന്നെ ഒന്നും തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല വിസയുടെ കാര്യം. അങ്ങനെ ഞാൻ മാതാവിനോട് വീട്ടിൽ വന്നിട്ട് ഒരു കുഞ്ഞി പേപ്പറിൽ എഴുതി, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നും പറഞ്ഞ് എഴുതിയിട്ട് അടിയിലൊരു 17 എന്നുള്ളൊരു ഡേറ്റ് ഞാൻ വെച്ചു. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലായാലും അച്ഛൻ്റെ രേഖകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഞാൻ പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എൻ്റെ വിസയ്ക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഈ പേപ്പറും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വിസയ്ക്ക് വെച്ച് 17ാമത്തെ ദിവസമായി. എനിക്ക് ഒന്നും തന്നെ വന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവി 17ാമത്തെ ദിവസമല്ല, ഇനി ഏത് 17 ഉള്ളതെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ അപ്പം എനിക്ക് മാതാവ് കാണിച്ചു തന്നു ഏപ്രിൽ 17 എന്നുള്ളൊരു തീയതി.
അങ്ങനെ ഏപ്രിൽ 17 ആവുന്നതിന് മുന്നേ 15 ആയപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ദേ 2 ദിവസം ഉള്ളൂ കേട്ടോ, ഈ ഫ്രൈഡേ ആണെന്ന് മാതാവ് എനിക്ക് അടയാളം തന്നിരിക്കണം. ഞാൻ ആദ്യമായിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതാണ്, എനിക്ക് മാതാവ് അടയാളം തന്നെ ഒന്ന്. അങ്ങനെ ഞാൻ 17 വെളുപ്പിനെ ഒരു സ്വപ്നം കാണുകയാണ്. അതൊരു വെളുപ്പിനെ ഞാൻ കാണുന്ന ഉറക്കത്തിൽ, നീ എന്തിനാ ഭയപ്പെടേണേ, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേന്ന്. അപ്പോൾ ഇത് ഈശോ ആണ് എനിക്ക് ഈ സൈഡിൽ നിന്ന് പറയുന്നത്. ഈശോനെ എനിക്ക് കാണാൻ പറ്റില്ല, ഈശോ എനിക്ക് ഈ വചനം ഇങ്ങനെ കാണിച്ചു തന്നെയാണ്. നീ എന്തിനാ ഭയപ്പെടേണേ, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ. ഏശയ്യായുടെ വചനമാണ്, ഏത് വേർഡ്സ് എന്ന് ഞാൻ മറന്നുപോയി. അങ്ങനെ 17 വെളുപ്പിനെ ഇത് കണ്ടു. 17 10:22 ആയപ്പോൾ എനിക്ക് VFSന്ന് മെയിൽ വന്നു, എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിന്ന്. അങ്ങനെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം 17 വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, മാതാവിൻ്റെ അടയാളത്തിന് വേണ്ടി. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ കുറേ കരഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പാസ്പോർട്ട് റിസീവായി, കയ്യിൽ മേടിച്ചു. 7ാമത്തെ പേജിൽ തന്നെ എനിക്ക് മാതാവ് എൻ്റെ ജർമ്മൻ വിസ അടിച്ചു തന്നു. അതിനുശേഷം ഡേറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള ഡേറ്റ് ഭയങ്കര ഹൈ ആണ്. 1,00,000 രൂപയോളം അടുത്താണ് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഡേറ്റ് കാണിച്ചു തന്നത്. എനിക്ക് പക്ഷേ 57,000 രൂപക്ക് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ ഞാൻ ഈ മാസം മാർച്ച് 26 ചൊവ്വാഴ്ച ദിവസം തന്നെ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോവും. ആഴ്ചയിൽ ഒരു ദിവസം അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കും. എനിക്ക് അങ്ങനെയൊക്കെ ആദ്യം ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ അങ്ങനെ, കാരണം നമുക്ക് സ്മെല്ലും കാര്യങ്ങളും കുറച്ച് മടിയും അറപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതെൻ്റെ ഈശോയാണെന്ന് നോക്കി ഞാൻ ഈശോനെ എങ്ങനെ ഞാൻ നോക്കും എന്നുള്ള രീതിയിൽ ഒരാഴ്ചയിൽ ഞാൻ പോയി ശുശ്രൂഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജർമ്മൻ പഠിച്ചപ്പോഴും ഗ്രാമറും പോർഷൻസൊക്കെ ഇത്തിരി പാടാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഫ്രീ ആയിട്ട് ഓൺലൈനിൽ ക്ലാസ് എടുത്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ രോഗികളെ സന്ദർശിക്കും. അപ്പോൾ സന്ദർശിക്കാൻ പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം കൊണ്ടുപോകും. എന്നിട്ട് അവർക്ക് വേദന ഉള്ളിടത്തെല്ലാം മുറിവുകളിലൊക്കെ ഞാൻ കുരിശ് വരച്ച ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കും. പിന്നെ ഈശോയെയും മാതാവിനെയും എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് അവർ കൂടുതൽ വചനം കേൾക്കുവാനും ഈശോയിലേക്ക് ആകുവാനും അച്ഛൻ്റെ പ്രാർത്ഥനയും ധ്യാനവും എല്ലാം അവർ കൂടാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ദിവ്യബലിയൊന്നും ഞാൻ അങ്ങനെ ആത്മാർത്ഥമായിട്ടല്ല, വെറുതെ പോയി കൂടും അങ്ങനെയാണ്. പക്ഷേ ദിവ്യബലിക്ക് പോകുമ്പോൾ എനിക്ക് ആ ഈശോനെ അനുഭവിച്ചുകൊണ്ട് എനിക്ക് ദിവ്യബലി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. യെശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. സോണ ജാക്സൺ എന്ന ഈ മകളുടെ അതിസുന്ദരമായ ഉടമ്പടിയെ ഓൺ ചെയ്ത് സ്നേഹിക്കുമ്പോൾ അമ്മ മാതാവിനോട് ലഭിക്കുന്ന അത്ഭുതകരമായ ഇടപെടലും ആത്മീയ ഉണർവും ജീവിത ഉയർച്ചയും മകൾ സന്തോഷത്തോടു കൂടി ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി എടുത്ത് പാതുവഴിയിൽ ഉപേക്ഷിച്ചതാണ് മകളുടെ ആദ്യത്തെ പകുതി. മകളത് പറയുന്നുണ്ട്. അത് ആ സമയത്ത് മകൾ ആവർത്തിച്ച് പറഞ്ഞ വാക്ക് കോൺഫിഡൻസ് എന്നായിരുന്നു. അവൾ പലതവണ പറഞ്ഞു, നന്നായി പഠിച്ചു, നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അതങ്ങനെയാണ് അവൾ പരീക്ഷകൾക്ക് പോകുന്നത്, പരാജയപ്പെടുന്നത്. അത് അത്ര ഉടമ്പടി എടുത്തു, പക്ഷേ കഴിവിലാണ് ആശ്രയിക്കുന്നത്. ദൈവത്തെ സൈഡ് കൂട്ടുപിടിച്ചെങ്കിലും പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെടുവാനുള്ള മനസ്സിൻ്റെ പാകത മകൾക്ക് ആദ്യം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഉടമ്പടി ഉപേക്ഷിച്ച് പിന്നീട് ആ പരീക്ഷയുടെ മേഖലകളിലേക്ക് പോകുന്നത്. കുറേ കഷ്ടപ്പെട്ടും ഒക്കെ ഓരോന്നൊക്കെ എഴുതിയെടുക്കുവാൻ നോക്കുന്നത്. പിന്നീട് കുറച്ച് കാര്യങ്ങൾ നേടിയാലും പുറത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ ബ്ലോക്കായി നിൽക്കുമ്പോഴാണ് മകൾ വീണ്ടും അടയാളങ്ങളിലൂടെ അമ്മ മാതാവിനെ തിരിച്ചറിയുന്നത്.
അതാണ് മകൾ പറയുന്നത്. ആദ്യം തിരിയിൽ അമ്മ മാതാവിൻ്റെ ഈ ആലയത്തിലുള്ള ആ ഹൃദയത്തിൻ്റെ ഒരു രൂപം തെളിഞ്ഞു വന്നുകൊണ്ട് അമ്മ മാടി വിളിക്കുന്നുവെന്ന് മകൾക്ക് മനസ്സിലാവുകയാണ്. ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തരോടും അമ്മ മാതാവിൻ്റെ ഈ തിരുമണ്ണിൽ വന്ന് കാഴ്ചപ്പെട്ടി അമ്മയെ ഒരു നോക്ക് പ്രാർത്ഥിച്ച് കണ്ട് ജീവിതത്തിൻ്റെ കണ്ണീരും വിഷയങ്ങളും ഏൽപ്പിച്ച് നിങ്ങൾ തിരികെ പോയാൽ, ഉടമ്പടി എടുക്കാതെ പോലും തിരികെ പോയാൽ, അമ്മ നിങ്ങളുടെ കൂടെ വരികയും നിങ്ങളുടെ ജീവിതത്തെ അമ്മയുടെ അരികിലേക്ക് കാന്തം ആകർഷിക്കുന്നത് പോലെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. കാരണം അമ്മ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങൾ എവിടെയായാലും അമ്മയുടെ കണ്ണുകൾ നിങ്ങളായിരിക്കുന്ന ഇടം വരെ എത്തും. നിങ്ങളുടെ ചിന്തകളിൽ അമ്മയെ നിരന്തരം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ തകർന്നു പോകുവാൻ, തളർന്നു പോകുവാൻ, ചെറുതായി പോകുവാൻ, ഒന്നുമല്ലാതായി തീരുവാൻ അമ്മ ഒരിക്കലും അനുവദിക്കത്തില്ല. അതാ മകള് തൻ്റെ സാക്ഷ്യത്തിൻ്റെ 2ാം പകുതിയിൽ പറയുന്നത്. അങ്ങനെ അമ്മ മാടി വിളിക്കുന്നതായി മനസ്സിലായപ്പോൾ കൂട്ടുകാരോട് ചോദിച്ചു. അവർ പറഞ്ഞു, നീ പോയി ഉടമ്പടി പുതുക്കുമ്പോൾ നിനക്ക് അമ്മ മാതാവിൻ്റെ അനുഭവങ്ങളിലൂടെ അമ്മ സഹായിക്കുന്നത് കാണാൻ പറ്റുമെന്ന്. 2ാമത്തെ പകുതി മുഴുവനും അമ്മയുടെ കരം പിടിച്ച് ഉടമ്പടി പുതുക്കി. മകള് ആ ഒരു ഏജൻസിയിൽ വിശ്വാസമില്ലാതിരുന്നിട്ട് കൂടിയും അവർ കരുണയോടുകൂടി മകളെ കണ്ടുകൊണ്ട് ഫ്രീ ആയി ഇൻ്റർവ്യൂവിന് പങ്കെടുപ്പിച്ചുകൊണ്ട് 2 പേർ മാത്രം സെലക്ട് ചെയ്യപ്പെട്ട ആ പഠനത്തിലേക്കും ജോലിയിലേക്കും മകൾ എങ്ങനെ എത്തിച്ചേർന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. നമ്മൾ യെശയ്യായുടെ പുസ്തകം 40:31 അത് വായിക്കുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് ഇടയ്ക്ക് മുടങ്ങി തിരികെ വരുന്നവർ ശ്രദ്ധയോടുകൂടി ഓർക്കേണ്ട ഒരു വിഷയമാണിത്. നിങ്ങൾ വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കുവാൻ, അമ്മയുടെ ഉടമ്പടി ജീവിതം ഏറ്റവും സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടി ജീവിക്കുവാൻ തയ്യാറാണോ? നിങ്ങൾ ഏത് കണ്ണീരോടുകൂടിയാണ് ഇന്ന് കടന്നു പോകുന്നതെങ്കിലും അതിന്മേൽ ദൈവികമായ സംരക്ഷണം ലഭിച്ചുകൊണ്ട് സമയ ചുരുക്കത്തിൽ അത്ഭുതകരമാവിധം ജീവിതം ശുഭകരമാകുന്ന പ്രവൃത്തികളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും അമ്മ ഈശോയിൽ നിന്ന് നേടിത്തരും. മകൾ പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടിയൊക്കെ പുതുക്കി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 17 എന്നൊരക്കം എഴുതി പ്രാർത്ഥനയുടെ അവിടെ ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഈ 17-ന് അമ്മ മാതാവ് എനിക്ക് അടയാളം തരണം. 2ാമത്തത്, എൻ്റെ പാസ്പോർട്ടിൽ 7ാമത്തെ പേജിൽ അമ്മ വിസ എനിക്ക് അടിച്ചു തരണം. ഇത് രണ്ടും അമ്മ മാതാവിൻ്റെ 7 എന്ന് പറയുന്നത് അമ്മയുടെ നമ്പരുമായി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട തീയതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് വിശ്വാസത്തോടെ സമർപ്പിക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, ഏപ്രിൽ 17-ന് ഡെസ്പാച്ച് ചെയ്തു, 7ാമത്തെ പേജിൽ വിസ അടിച്ചു കിട്ടി. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതെങ്ങനെ സ്വർഗം അതിന്മേൽ സിഗ്നേച്ചർ ചെയ്യുന്നു. അമ്മ മാതാവിൽ ശരണപ്പെടുമ്പോൾ അമ്മ എങ്ങനെ ഞാൻ കൂടെയുണ്ടെന്ന് നമുക്ക് നിരന്തരമായ സന്ദേശം തരുന്നു, ഉറപ്പ് തരുന്നു, അത് അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കുന്നു. അതാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവെച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ചെറിയ കാര്യമല്ല. ഉടമ്പടിയോട് നമുക്കൊരു സന്തോഷവും സ്നേഹവും ബന്ധവുമുണ്ടോ? ഉടമ്പടി നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും സമാധാനിപ്പിക്കുകയും നേർവഴിയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് മകൾക്ക് ലഭിച്ച ഓരോ ആത്മീയ അനുഭവങ്ങൾക്കും ദൈവികമായ ശുശ്രൂഷകളൊക്കെ മകൾ പറയുന്നുണ്ട്, ഞാൻ പോയി ശുശ്രൂഷിക്കുവാൻ ചെല്ലുമ്പോൾ അവിടുത്തെ മണവും അവരുടെ അവസ്ഥകളുമൊക്കെ കാണുമ്പോൾ എനിക്കത് തൊടാൻ പോലും പറ്റാത്തത്ര ഗതികേടായിരുന്നു. പക്ഷേ ഈശോനെയാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ എങ്ങനെ ശുശ്രൂഷിക്കും? അതാണ് ഞാൻ ഓരോരുത്തർക്കും ചെയ്തു കൊടുത്തിരുന്ന എൻ്റെ കാരുണ്യ പ്രവൃത്തിയെന്ന. നമ്മൾ തന്നെ ആന്തരികമായ വലിയ പരിവർത്തനത്തിലൂടെ ഉടമ്പടിയിലൂടെ മാറുകയാണ്. അതിൻ്റെ ഒരു വലിയ സമൂഹമാണ് ഈ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും ഉടമ്പടിയിലൂടെ ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് നമുക്കും ഉടമ്പടി അനുഗ്രഹമാകും. ഉടമ്പടിയെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാം. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.